നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന റീഡിങ്സ്, നിങ്ങൾ ആരെയാണോ മനസ്സിൽ വിചാരിക്കുന്ന ആ വ്യക്തിയുടെ കറൻറ്റ് തോട്ട്സ് എന്താണ് അവർ ചിന്തിക്കുന്നത് എന്നുള്ള എനർജിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അവരുടെ ഇപ്പം മൈൻഡിലൂടെ കടന്നു പോകുന്ന ചിന്തകളെ വിശകലനം ചെയ്യാനാണ് നമ്മൾ പോകുന്നത് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഏത് പേഴ്സണെയാണോ മനസ്സിൽ വിചാരിക്കുന്നത് ആ വ്യക്തിയുടെ പേരൊരു 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞ് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ എനർജിയെ കണക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ അത്ഭുതകരമാകുന്ന ഒരു റീഡിങ്സ്, ഒരു ഗൈഡൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കേട്ടോ. കൂടാതെ തന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അഫർമേഷൻസ് മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും ടോപ്പ് എനർജിയിൽ നിൽക്കുന്ന ഒരു മെത്തേഡാണ് അഫർമേഷൻസ് എഴുതുന്നത്. അതായത് നമ്മുടെ സ്വപ്നത്തെ നമ്മൾ ഒരു പേപ്പറിലേക്ക് കുറിക്കുന്നു. ആ ഒരു അക്ഷരങ്ങളുടെ മാജിക്ക് അത് നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ എന്ത് കാര്യമാണോ മനസ്സുകൊണ്ട് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരും, ഇന്നല്ലെങ്കിൽ നാളെ എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണോ ഒരു കടലാസിലേക്ക് എഴുതുന്നത് ആ അക്ഷരങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് പതിയുകയും ആ ഒരു ലൈഫിലാണ് നിങ്ങൾ കറൻറ്റ്ലി കടന്നു പോകുന്നതെന്ന് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, നിങ്ങളുടെ ബ്രെയിനെ വിശ്വസിക്കുകയും അതിനനുസരിച്ച് നിങ്ങൾക്ക് ആ ഒരു കാര്യം ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു മെത്തേഡ് ചൂസ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് നിങ്ങൾ എഴുതിക്കൊണ്ടേയിരിക്കുക. അത് എഴുതുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പിനെസ്സോടു കൂടി വിഷ്വലൈസ് ചെയ്യണം. നമ്മൾ ആ ഒരു എനർജിയിലൂടെ അല്ലെങ്കിൽ ആ ചിന്തിക്കുന്ന ആഗ്രഹത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതായിട്ട് നമ്മൾ ആസ്വദിച്ച് തന്നെ വേണം നിങ്ങളത് എഴുതാൻ. കരഞ്ഞും വിളിച്ചും ദുഃഖിച്ചും അയ്യോ ചാടപടി ഉണ്ടോ എന്നൊന്നും ചിന്തിക്കരുത് കേട്ടോ. നമ്മൾ അതിനിങ്ങനെ വിഷ്വലൈസ് ചെയ്ത് ആ ഒരു ലോകത്തായിരിക്കണം നമ്മളതിങ്ങനെ എഴുതി പോകുമ്പം നിൽക്കേണ്ടത്. തീർച്ചയായിട്ടും നിങ്ങൾ 100% ഞാൻ എഴുതി ഒപ്പുവെച്ച് തരാം. നിങ്ങളൊരു 10 ദിവസം എഴുതിയാൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം സുനിശ്ചിതം, ഒരു മാറ്റവുമില്ല കേട്ടോ. അതുപോലെ പേഴ്സണൽ റീഡിങ്സ് വേണമെന്നുള്ളവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്ന് ഒരു പേഴ്സണൽ റീഡിങ്സ് എടുത്തു നോക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങളുടെ റിലേഷൻ ആയിക്കോട്ടെ, എന്ത് കാര്യത്തെക്കുറിച്ചായിക്കോട്ടെ, ലൈഫിലെ എന്ത് കാര്യത്തെക്കുറിച്ചും, ഒരു മനുഷ്യ ജീവിതത്തെ കണക്റ്റ് ചെയ്യുന്ന നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് എന്ത് കാര്യത്തെക്കുറിച്ചും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മറുപടി ലഭിക്കും. ടാറോ റീഡിങ്സിലൂടെ പരിഹാരങ്ങളും ലഭിക്കും. അതുപോലെ ബ്ലോക്കേജുകൾ മാറ്റിയെടുക്കാൻ പറ്റും. തടസ്സങ്ങൾ എന്താണ്, ശത്രുക്കൾ ആരാണ്, ഡെവിൾ എനർജിയുടെ പ്രസൻസ്, ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങളുണ്ടോ, ഇതെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും. അത്ര കറക്റ്റായിട്ട് വിശ്വാസത്തോടും കൂടി മാത്രം നിങ്ങൾ പേഴ്സണൽ റീഡിങ്സ് എടുക്കാൻ ശ്രമിക്കാവുള്ളൂ കേട്ടോ. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുകയാണെങ്കിൽ, പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. നമുക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഏത് വ്യക്തി ആയിക്കോട്ടെ ആ ഒരു പേഴ്സൻ്റെ എനർജി ഇപ്പോൾ കറൻറ്റിൽ അവരുടെ ചിന്ത എങ്ങനെയാണ് കടന്നു പോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഇതിനകത്ത് ഇന്നിപ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ ഈ എന്താ പറയുക, നമ്മുടെ അസ്ട്രോളജിക്കൽ സൈൻ, അതായത് ആ ഒരു കാര്യങ്ങൾ എടുക്കാത്തത് എപ്പോഴും ഇങ്ങനെ അത് കണക്റ്റഡ് ആവാറില്ല. അതുകൊണ്ടാണ് കേട്ടോ. എപ്പോഴും എന്നോട് മെസ്സേജ് ഇട്ട് ചോദിക്കാറുണ്ട് ഒരു ക്ലൂവോ എന്തെങ്കിലുമൊക്കെ ഇടാമോ എന്നുള്ളത്. അപ്പോൾ അത് വരുന്ന ടൈമിലും നമുക്കിത് കണക്റ്റഡ് ആകുമ്പോഴാണ് ഞാനത് ചെയ്യാറുള്ളൂ കേട്ടോ മക്കളെ. ചുമ്മാ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ എല്ലാ ദിവസവും. അപ്പോൾ ഇന്നത്തെ ദിവസത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജിയിൽ ഒക്ടോബർ മാസത്തിൻ്റെ എനർജിയും ഓഗസ്റ്റ് മാസത്തിൻ്റെ എനർജിയും അതുപോലെ തന്നെ മെയ് മാസത്തിൻ്റെ എനർജിയും സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട് കേട്ടോ. ഈ 3 മാസങ്ങൾ കറക്റ്റായിട്ട് നമ്മുടെ എനർജിയിൽ നിൽക്കുന്നുണ്ട്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. എയ്സ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. അതായത് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഫയർ എനർജിയിലാണ് അവർ നിൽക്കുന്നത്. അതായത് വളരെ ശക്തമായിട്ട് അവർ ചിന്തിക്കുന്നു. ആ ഒരു ചിന്ത എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ പറ്റിയ ചില തെറ്റുകൾക്ക് ആക്ഷൻ എടുക്കുക, ചില പുതിയ മാറ്റങ്ങൾ വരുത്തുക, തിരുത്തലുകൾ നടത്തുക എന്ന ഒരു ചിന്തയിലാണ്. അല്ലെങ്കിൽ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അവരുടെ മനസ്സ് എപ്പോഴും അവരെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ തെറ്റുകളെ തിരുത്തുക എന്നുള്ള ഒരു അവസ്ഥയിലാണ്. അതായത് ഒരു പുതിയ തുടക്കത്തിന് തയ്യാറാകുക അല്ലെങ്കിൽ തയ്യാറാവണമെന്നുള്ള ഒരു ഫീലിങ്സിലൂടെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി കറൻറ്റ്ലി കടന്നു പോകുന്നത്.
പറയുന്നത് അവരുടെ ലൈഫിൽ അവർക്ക് പറ്റിയ തെറ്റുകൾ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ എടുക്കാതെ പോയ കറക്റ്റ് സമയത്ത് എടുക്കാതെ പോയ ചില ആക്ഷൻസിനെ കണക്റ്റ് ചെയ്താണ് നമുക്ക് ഈ ഒരു എനർജീനെ കാണാൻ സാധിക്കുന്നത്. അവർ വളരെ അമിതമായിട്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവരുടെ തിരിച്ചറിവിൻ്റെ, അതായത് ആജ്ഞാചക്രയാണ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് അവരിൽ പ്രവർത്തിക്കുന്നത്. അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരൊരു തിരിച്ചറിവിൻ്റെ പാതയിലാണ്. അവർക്ക് തെറ്റു പറ്റിയെങ്കിൽ, അവരെന്തെങ്കിലും പെയിൻഫുള്ളാകുന്ന സിറ്റുവേഷൻസ് മറ്റാരോടെങ്കിലും അവർ പ്രവർത്തിച്ചുവെങ്കിൽ, അല്ലെങ്കിൽ അവർ കറക്റ്റ് സമയത്ത് ഒരു ആക്ഷൻ എടുക്കാതെ പോയി എങ്കിൽ അതിനെക്കുറിച്ചൊക്കെ വളരെ ശക്തമായിട്ട് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു തിരുത്തലിന് തയ്യാറാകുന്ന ഒരു ഇമോഷണൽ എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ കറൻറ്റ്ലി നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാതെ ഒരു ഒരു മാനസിക പിരിമുറുക്കമെന്നും പറയാൻ പറ്റും. എന്നാൽ അവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റാത്ത വിധം അവരുടെ മനസ്സിങ്ങനെ വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുവാണ്. അവരുടെ തെറ്റ് തിരുത്തുക, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വന്ന മിസ്റ്റേക്കുകളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു എനർജിയിലാണ് കറൻറ്റ്ലി നിൽക്കുന്നത്. തീർച്ചയായിട്ടും അവരിപ്പോൾ മനസ്സിലാക്കുന്നത് അവരെ കറക്റ്റ് ഫോക്കസ് ചെയ്തിരുന്ന, അവരെ പ്രഷ്യസ് ആയിട്ട് കണ്ടിരുന്ന, അവർക്ക് വാല്യൂ കൊടുത്തിരുന്ന ഒരിടത്ത് അവർ നെഗറ്റീവ്, അതായത് അവർ പ്രവർത്തിച്ചു, അവർക്കൊരു മിസ്റ്റേക്ക് സംഭവിച്ചു. അതായത് നമ്മൾ ഈ അർഹതയുള്ളിടത്ത് കൊടുക്കണം, അർഹതയില്ലാത്തടത്ത് കൊടുത്താൽ പിന്നീട് അത് നമുക്ക് തിരിച്ചടിയായിട്ട് വരുമെന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് കറൻറ്റ്ലി ഇപ്പോൾ അവർ നിൽക്കുന്നത്. അവരെ ഫോക്കസ് ചെയ്ത, അവർക്ക് വാല്യൂ കൊടുത്ത, അവരെ പ്രാണന് തുല്യം, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും റെസ്പെക്റ്റ് എനർജിയിൽ നിൽക്കാൻ സാധിക്കുന്ന ഒരിടം അവർ റിജക്റ്റോ ചെയ്യുകയോ അല്ലെങ്കിൽ അവർ നെഗറ്റീവായിട്ട് എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു സിറ്റുവേഷൻസിൻ്റെ ഒരു തിരിച്ചറിവിലാണ് കറൻറ്റ്ലി ഇവർ ഇപ്പം നിൽക്കുന്നതായിട്ട് കാണുന്നത്. അതായത് കറക്റ്റ് സമയത്ത് കറക്റ്റായ രീതിയിലുള്ള ആക്ഷൻ എടുക്കാതെ ആ ടൈമിൽ അവർക്കൊരു ബ്ലോക്കേജ് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ സംഭവിച്ചു. ഒരു പക്ഷേ മറ്റേതെങ്കിലും ഒരു സിറ്റുവേഷൻസിനോട് അവർക്കൊരു പ്രയോറിറ്റി കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തിലേക്ക് അവർ ഫോക്കസ് ചെയ്ത് പോയിട്ടുണ്ടാവാം. ആ ഒരു ടൈമിൽ ഇവർ ആക്ഷൻ എടുക്കേണ്ട സമയത്ത് അവർക്കൊരു ബ്ലൈൻഡ് എനർജി, ഒരു ക്ലാരിറ്റി ഇല്ലാതെ പോയി, അല്ലെങ്കിൽ അവരെന്തൊക്കെയോ ഓർമ്മകൾ അവരിൽ നിന്നും മാഞ്ഞു പോയി. അതായത് ക്ലിയർ ആയിട്ട് ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു തീരുമാനം എടുക്കാനോ പറയാനോ അവർക്ക് സാധിക്കാതെ പോയി. ആ ഒരു കാര്യം ഇപ്പം അവർ കറൻറ്റ്ലി മനസ്സിലാക്കുന്നു. അവിടെ ഒരു ആക്ഷൻ എടുക്കണമെന്നവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അവരുടെ ചിന്താ എനർജിയിലേക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജസ്റ്റിസാണ്, അവരുടെ ക്യാരക്ടർ തന്നെ ഒരു ജസ്റ്റിസാണ്. അവരുടെ ഒരു തോട്ട്സ്, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികൾ എന്നൊക്കെ പറയുന്നത് കാര്യങ്ങളൊക്കെ നീതിയുക്തമായി വളരെയധികം വ്യക്തതയോടുകൂടി ചിന്തിച്ച് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. ശരിക്കും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്കൊരു 2 ഫേസ് ഉണ്ട്. ചിലപ്പോൾ ഈ പുറമേ കാണിക്കുന്ന ആ ഒരു പ്രകടനമൊന്നും ആയിരിക്കില്ല ആളുടെ ഉള്ളുകൊണ്ട്. അവിടെ എവിടെയെങ്കിലും ഒരു ബൗണ്ടറി തീർത്തോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യത്തെ നമ്മളോടൊപ്പം സഹകരിച്ച് പോകുമ്പം മറ്റെന്തെങ്കിലും അവിടെ ഒരു കുനിഷ്ഠ ബുദ്ധിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും അവർ ചിന്തിച്ചു കൂട്ടും. ഇപ്പം സ്നേഹത്തോട് പോകുമ്പം ഈ സ്നേഹം സത്യമാണ്, ഇത് നല്ലതിനാണോ, ഇങ്ങനെയുള്ളൊരു പെട്ടെന്ന് ആ ഒരു എനർജി അതിൽ കണക്റ്റഡ് ആകുന്ന പോലെ ഒരു 2 ഫേസ് എനർജി ഉള്ള ക്യാരക്ടറാണ് ഈ ഒരു പേഴ്സൻ്റെ. ഒരു ഒരു ജസ്റ്റിസ് എനർജി എപ്പോഴും ഒരു ഇങ്ങനെ ജസ്റ്റിസ് അങ്ങനെയുള്ളവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും ഇങ്ങനെ കൺഫ്യൂഷൻ ആവുക, അല്ലെങ്കിൽ ഈ ഒരു ഒരു ത്രാസ് തൂക്കം നോക്കുന്നത് പോലെ നല്ലതാണോ ചീത്തയാണോ, ഇത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നതാണ്, എപ്പോഴും ഒരു കൺഫ്യൂഷൻ എനർജി വരിക. അങ്ങനെ ഒരു വിധി എഴുതിക്കൊണ്ട് വിധി നടപ്പിലാക്കുന്ന പോലെ വിധി എഴുതിക്കൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ എല്ലാത്തിനും ഒരു 2 വശങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പേഴ്സണാലിറ്റിയാണ് ഈ ഒരു വ്യക്തിയുടെ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഫാമിലി ലൈഫിൻ്റെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ചിൽഡ്രൻസ് പ്രസൻസോട് കൂടിയ ഒരു ഫാമിലി എനർജി ഉണ്ട്. ഒരു പക്ഷേ ചെറിയൊരു സംശയദൃഷ്ടിയോടുകൂടി കാര്യങ്ങളെ കാണുന്ന, പെട്ടെന്ന് തെറ്റിദ്ധരിക്കുന്ന, മനസ്സിലാക്കാൻ നിൽക്കാതെ
ആക്ഷൻ എടുക്കുന്ന ഒരു ക്യാരക്ടർ എനർജിയൊക്കെ ഒരു വ്യക്തിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരെ സംബന്ധിച്ച് അതൊക്കെ ഒന്ന് മാറി വരുന്നു. ഇപ്പോൾ അവർ കുറച്ച് സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളെ മാനേജ് ചെയ്യണമെന്നും കുറച്ച് വ്യക്തിത്വത്തോടു കൂടി പേഴ്സണാലിറ്റിക്കൊക്കെ ഒരു മാറ്റം വരുത്തണമെന്നുമൊക്കെ ഇപ്പോൾ കറൻറ്റിലി അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ നല്ല വശം, മോശം വശത്തേക്കാൾ കൂടുതൽ അവർ നല്ല വശം പ്രകടിപ്പിക്കണം, അതാണ് ശരിയെന്നൊക്കെ ഉള്ള ഒരു ചിന്ത അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻ ആരുടെയൊക്കെ ആണെങ്കിലും ആ ഒരു ബന്ധത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ബ്ലാക്ക് മാജിക് എനർജിയുടെ പ്രസൻസ് നിങ്ങളിൽ സ്ട്രോങ് ആയിട്ടുണ്ട്. കാരണം നിങ്ങൾക്കിടയിൽ ശത്രുഭാവമുള്ള അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ദൃഷ്ടിദോഷമാവാം, ശാപദോഷങ്ങളാവാം, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് പുകഴ്ത്തി പറയില്ല അവർ എത്ര നല്ല ജോഡികൾ, അല്ലെങ്കിൽ അവരുടെ ലൈഫ്, അങ്ങനെയുള്ള വാക്കുകൾ കൊണ്ട് വന്നിരിക്കുന്ന നെഗറ്റീവ് എനർജി ആവാം. നിങ്ങളോടൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള ചില വ്യക്തികളുടെ പ്രസൻസ് തന്നെ നിങ്ങളുടെ ലൈഫിൽ വല്ലാത്ത ഒരു ബ്ലോക്കേജ് വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നൊരു എനർജി എന്ന് പറഞ്ഞാൽ ഒരു പവർ ലോസിങ് സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ബന്ധത്തിൽ. ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളെ ബേസ് ചെയ്ത്, അതായത് ഒരു ഫിസിക്കലി ഉള്ള ബന്ധത്തിനേക്കാൾ ഇമോഷണലി ബന്ധത്തിൻ്റെ ആഴം കുറവായിരുന്നു. ഇമോഷണലി കണക്റ്റഡ് ആയിരുന്നില്ല. ഫിസിക്കലി ഉള്ള പുറമേ ഉള്ള കുറച്ച് പ്രകടനങ്ങൾ മാത്രമേ ഈ ഒരു റിലേഷനിൽ കൂടുതലായിട്ട് നിലനിന്നിട്ടുള്ളൂ എന്നുള്ളതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. റിലേഷൻ്റെ എനർജിയെക്കുറിച്ച് അവർ ചിന്തിക്കുമ്പം മനസ്സിലാക്കാൻ പറ്റുന്നത്, അതായത് ഒരു കുടുംബ ബന്ധമായിക്കോട്ടെ, സ്നേഹബന്ധമായിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, ഇതിനൊന്നും ഒരു വാല്യൂ കൽപ്പിക്കാതെ ഫിസിക്കലി ഉള്ള കുറച്ച് പ്രകടനങ്ങളായിരുന്നു ഈ റിലേഷനിൽ കൂടുതൽ ഉണ്ടായിരുന്നത്. ഹൃദയത്തിൽ തട്ടിയോ ആത്മാർത്ഥമായിട്ടോ ഒന്നും ഒരു രീതിയിലും കണക്റ്റഡ് ആയിട്ടില്ല, ആവാൻ ശ്രമിച്ചിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പം അതിൽ നിന്നും അവർക്ക് ഒരു മാറ്റം വരുന്നുണ്ട്. 2 ഓഫ് വൺസിൻ്റെ എനർജി വന്നിരിക്കുന്നത് നിരാശ ഫീലിങ്സ് വളരെ സ്ട്രോങ് ആയിട്ട് അവരിൽ കണക്റ്റഡ് ആകുന്നുണ്ട്. അതായത് ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയുന്നത് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ആ ഒരു ഡബിൾ എനർജിയുടെ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പൊരുത്തക്കേടിൻ്റെ അല്ലെങ്കിൽ ആകർഷണീയതയുടെ കുറവിനെ എല്ലാം മറികടന്നുകൊണ്ട് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് അവരാഗ്രഹിക്കുന്ന ആ ഒരു സിറ്റുവേഷൻസ്, ആ ഒരു ബന്ധത്തെ കൊണ്ടുപോകാൻ പറ്റിയിരുന്നു എങ്കിലെന്ന് വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട്. ശരിക്കും നിരാശപ്പെടുകയാണ്. കാരണം അവരുടെ ലോകം എന്താണ്, ആരോടൊത്തായിരുന്നു അവർക്കൊരു ജീവിതം ഉണ്ടായിരുന്നത്, അവർക്കൊരു ലോകം പടുത്തുയർത്താൻ പറ്റുന്നത് ആരോടൊപ്പമായിരുന്നു, ഏതായിരുന്നു ഇമ്പോർട്ടൻ്റ്, എവിടെയാണ് വാല്യൂ കൊടുക്കേണ്ടത് എന്നുള്ളതെല്ലാം ഇപ്പോൾ കറൻറ്റ് ചിന്തയിൽ സ്ട്രോങ് ആയിട്ട് നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, ഒരു അകലമുണ്ടെങ്കിൽ 100% മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ ഒരു വരവിന്, ഒരു തിരിച്ചു വരവിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തമ്മിലൊരു കമ്മ്യൂണിക്കേഷന്, കണ്ടുമുട്ട, ഒരു മീറ്റപ്പ് എനർജിക്ക് വേണ്ടിയിട്ട് ഇവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. കാരണം വളരെ കുറ്റബോധവും പശ്ചാത്താപവും, അതായത് ചില സമയങ്ങളിലേക്ക് എനർജിയിലേക്ക് നോക്കുമ്പം ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട എടുത്ത് അവരത് എടുത്തില്ലല്ലോ എന്നുള്ള, അല്ലെങ്കിൽ അവരുടെ തീരുമാനങ്ങളൊന്നും കറക്റ്റായ ദിശയിലൂടെ യഥാർത്ഥമാകുന്ന മാർഗത്തിലൂടെ പോയില്ലല്ലോ എന്നുള്ള ഒരു വല്ലാത്ത നിരാശ അവരിലുണ്ട്. അവരെല്ലാത്തിനെയും സാമട്ടിൽ കണ്ടു, വലിയ പ്രാധാന്യം കൊടുക്കാതെ പോയി. അതായത് ബന്ധത്തിന് മാത്രമല്ല, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിക്ക് വാല്യൂ കൽപ്പിക്കാതെ പോയി എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇന്നിവിടെ അതിന് വാല്യൂ ഇപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. എത്ര ബ്ലെസ്സിങ്സ് ആയിരുന്നു, അല്ലെങ്കിൽ എത്ര പോസിറ്റീവായിരുന്നു, സ്വർഗമായിരുന്നു ലൈഫ് എന്നുള്ളത് ഫാമിലി എനർജിയിലേക്ക് നോക്കുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്കിടയിൽ സെപ്പറേറ്റഡ് ആയിട്ടുള്ള വ്യക്തികളും അതുപോലെ കുറേ വർഷങ്ങളായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നവരുടെയൊക്കെ എനർജിയിലേക്ക് നോക്കുമ്പം ശരിക്കും അവർ തീരുന്ന അല്ലെങ്കിൽ മനസ്സുകൊണ്ട് പശ്ചാത്തപിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. 4 ഓഫ് വൺസിൻ്റെ എനർജിയാണ്. സന്തോഷം ആഗ്രഹിക്കുന്നു, ഒരുമിച്ച് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ലൈഫിൽ തിരിച്ചു വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതത്തിൽ ഒരു ഹാപ്പി മൊമെൻറ്റ്സ്, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് എനർജി പോലും അവർക്ക് ഫീൽ ചെയ്യുന്ന, നല്ലൊരു സുഹൃത്തായിരുന്നു, നല്ലൊരു പാർട്ട്ണറായിരുന്നു എന്നുള്ളത് വളരെ ശക്തമായിട്ടും അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ഏറ്റവും വലിയ എനർജി വൈബ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒരു വളരെ ആഴത്തിൽ ചിന്തിക്കുന്നു. തിരിച്ച് വരാൻ പറ്റിയിരുന്നെങ്കിൽ, തിരിച്ച് ഒരു എനർജിയിലേക്കൊന്ന് എത്തിപ്പെടാൻ പറ്റിയിരുന്നു എങ്കിലെന്ന് അവർ വല്ലാതെ ആഴത്തിൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക്
നൈട്രോ സോഴ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെ പെട്ടെന്ന് അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ചിന്തകൾ അവരെ ഇങ്ങനെ ഗൈഡ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരിക. അതായത് പ്രതിസന്ധികൾ ഉണ്ടാവാം, തടസ്സങ്ങൾ ഉണ്ടാവാം, പാസ്റ്റിൽ ഇവർ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ടാവാം. ഈ സാഹചര്യങ്ങളെല്ലാം മറികടന്ന് തന്നെ, അതായത് അവരുടെ പല തെറ്റുകളും അവസാനിക്കണം, മറന്ന് കളയേണ്ട അല്ലെങ്കിൽ ഓർമ്മകളിൽ നിന്ന് മാച്ച് കളയേണ്ട ഒരു സിറ്റുവേഷൻ തന്നെ അവർക്ക് നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ ക്രിയേറ്റ് ചെയ്യണം. പ്രതിസന്ധികൾ ഒരുപാട് ഒരു റിലേഷനിൽ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് രീതിയിൽ നിങ്ങളുമായിട്ട് ഇവർ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റുള്ളവരോട് ഇടപെടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശക്തമായിട്ട് നിങ്ങളെ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. ശരിക്കും നിങ്ങൾ ഉപയോഗിച്ചിട്ട് അവരുടെ ആവശ്യങ്ങൾ കഴിഞ്ഞപ്പോൾ ഉപേക്ഷിച്ച ചില സിറ്റുവേഷൻസുകൾ കാണുന്നുണ്ട്. പക്ഷേ ഇതിനെയെല്ലാം മറികടന്ന് ഈ സംഭവിച്ചു പോയ കാര്യങ്ങളെയെല്ലാം മറികടന്ന് വേണം നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ എന്നുള്ളതും അവർ ചിന്തിക്കുന്നുണ്ട്. നൈട്രോ വൺസും നൈട്രോ സോഴ്സൊക്കെയാണ് കേട്ടോ കൂടുതലും കണക്ട് ചെയ്ത് വരുന്നത്. ശരിക്കും ഒരു എന്താ പറയുക, പരാജയപ്പെട്ട് നിൽക്കുകയാണ്, തോറ്റു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. നിങ്ങൾക്കിടയിലെ കമ്മ്യൂണിക്കേഷനിലൊക്കെ പല പ്രശ്നങ്ങളും പാസ്റ്റിൽ ഉണ്ടായിട്ടുണ്ടാവാം. വളരെ മോശമായ രീതിയിൽ പെരുമാറുകയും അതുപോലെ തന്നെ സംസാരിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. ശരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് നല്ല ഹാർട്ട് ബ്രോക്കൺ ഇവരിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ശക്തമാകുന്ന അതൊക്കെ അവരെ പിടിച്ച് നിർത്തുകയാണ് പിന്നിലേക്ക്. കാരണം അവർ ചെയ്തു കൂട്ടിയതെല്ലാം വളരെ മോശവും വളരെയധികം പെയിൻഫുള്ളായതുമായ സിറ്റുവേഷൻസുകൾ തന്നെയാണ്. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാതെ പോകുന്നു. പക്ഷെ അവർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട് ആക്ഷൻ എടുക്കാൻ പറ്റിയിരുന്നു എങ്കിൽ. ഫയർ എനർജിയാണ് ഇതിനകത്ത് ഏറ്റവും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. അതായത് എല്ലാം ഒന്ന് ക്ലാരിറ്റി ആക്കി കിട്ടണം, എല്ലാത്തിനും ഒരു മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഡബിൾ എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങളോടിപ്പോൾ വല്ലാതെ ഒരു അട്രാക്ഷനും ആഗ്രഹവും സ്നേഹവും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. അതായത് ശരിക്കും ഇപ്പം അവർ നിങ്ങളിലാണ് പെട്ട് നിൽക്കുന്നത്, നിങ്ങളുടെ ഓർമ്മകളിലാണ് അവരിപ്പം സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. അവർക്ക് ഇപ്പോൾ ഒരു ജഡ്ജ്മെൻറ്റിങ്, അവരിങ്ങനെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അവരുടെ മനസ്സുകൊണ്ട് അവരിങ്ങനെ ചോദ്യം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലും നിങ്ങളോട് പാസ്റ്റിൽ പെരുമാറിയ കാര്യങ്ങളിലും നിങ്ങളുമായിട്ട് ലഭിച്ച ആ ഒരു ഹാപ്പി ലൈഫിനെ അവർ തന്നെ തകർത്ത് കളഞ്ഞതിലുമെല്ലാം അവരുടെ ചില ചിന്തകൾ, കുറച്ച് ഈഗോയ്, സെൽഫിഷ് മെൻറ്റാലിറ്റി, പിന്നെ ഈ കൂടുതൽ കിട്ടുമ്പം അമിതമായി നമുക്ക് എന്ത് ലഭിക്കുമ്പോഴും അതിന് വാല്യൂ ഇല്ലാതായി പോകുന്ന ഒരു ഫീലിങ്സ്, ഇതെല്ലാം ഇതിൽ വളരെ സ്ട്രോങ് ആയിട്ട് കണക്ട് ചെയ്ത് നിൽപ്പുണ്ട്. അതിനപ്പുറത്തേക്ക് ചിന്തിക്കുമ്പം നിങ്ങളെ സംബന്ധിച്ച് അവരുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ ലൈഫിൽ എത്ര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായാലും നിങ്ങളാണ് അവർക്ക് പ്രാധാന്യമെന്ന് ഉള്ളത് നിങ്ങളെപ്പോഴും ചിന്തിക്കും. നിങ്ങൾ കഴിഞ്ഞ് അവർക്ക് മറ്റെന്തോ ഉള്ളൂ എന്നുള്ള ഒരു തോട്ട്സ് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നുള്ള ഒരു വിചാരം അവരെ എപ്പോഴും ഒരു സമാധാനം, അത് അവർക്ക് വല്ലാത്തൊരു ഹാപ്പിനെസ് നൽകുന്നുണ്ട്. കാരണം നിങ്ങൾ ചിലപ്പോൾ അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ഈ ഒരു വ്യക്തിക്ക് പ്രാധാന്യം കൊടുത്തിരുന്ന് കാണും, റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവാം, വെയിറ്റ് ചെയ്ത് നിന്നിട്ടുണ്ടാവാം. അവർ നിങ്ങളിലേക്ക് തിരിച്ചു വന്ന പല സമയങ്ങളിലും നിങ്ങൾ ഒരിക്കൽ പോലും അവരെ മോശമായിട്ട് പെരുമാറുകയോ അവർക്കൊരു എന്താ പറയുക മോശം അനുഭവം നിങ്ങളിൽ നിന്നുണ്ടാവുകയോ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ബേസ് ചെയ്ത് അവരുടെ അവസ്ഥയിലേക്ക്, അവരുടെ ആ ഒരു എനർജിയിലേക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും അവർക്ക് അവിടെ ഒരു ഹാപ്പി മൂമെൻറ്റ്സ് ഉണ്ട്. കാരണം നിങ്ങളുടെ ഹൃദയത്തിൽ അവർക്കൊരു സ്പെഷ്യൽ സ്ഥാനമുണ്ട്. ഇനി എത്ര ആട്ടി ഓടിച്ചാലും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് ആ ഒരു സ്ഥാനം സ്ഥിരതയോടുകൂടി എന്നേക്കും കൊടുത്തിരിക്കുന്നതാണ്. അതിൽ മാറ്റം വരില്ല എന്നുള്ളത് അവർ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അവരുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ ഒരു ചിന്ത വരുന്നുണ്ട്, ഈ ബന്ധത്തിനൊരു റിയൂണിയൻ ഉണ്ട്, ഇത് നഷ്ടപ്പെട്ടു പോവുകയില്ല, ഇത് കണക്റ്റഡ് ആയിട്ട് തന്നെ നിലനിൽക്കും, ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് ആണ്, ഇതൊരു പൂർവ്വജന്മ ബന്ധമുള്ള എനർജി ആയിട്ട് അവർക്ക് തോന്നുന്നുണ്ട്. കൂടാതെ തന്നെ ഒരുമിച്ചൊരു ട്രാവലിംഗ് ഉണ്ട് എന്നുള്ളതും അവർ വിശ്വസിക്കുന്നുണ്ട് കേട്ടോ. മറ്റ് നെഗറ്റീവായ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ മാറി ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റും ഒരു ഹാപ്പി ഫാമിലി. കാരണം നിങ്ങൾ സ്വപ്നം കണ്ട, നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും നിങ്ങൾ അവരോട് ഷെയർ ചെയ്തിരുന്ന ആ സന്തോഷകരമാകുന്ന ഒരു സിറ്റുവേഷൻസ് എന്താണെങ്കിലും ഈ റിലേഷനിൽ ഉണ്ടാകും.
എന്നുള്ളത് അവർ വളരെ വ്യക്തമായിട്ട് അവർക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അതൊക്കെ അവരുടെ തോട്ട്സിലൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. സമയം അനുകൂലമാകുമെന്നും മോശം സമയമൊക്കെ മാറി നല്ലൊരു ടൈം ക്രിയേറ്റ് ചെയ്യപ്പെടുമെന്നുള്ളൊരു ചിന്തയും, അതുപോലെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരാളുടെ ഹൃദയത്തിൽ ഇപ്പം വളരെ പ്രഷ്യസ് ആണ് കേട്ടോ. നിങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റാരിലും ഒന്നും അവർ കാണുന്നില്ല. നിങ്ങളിൽ തന്നെയാണ് അവർക്കിപ്പോൾ പൂർണ്ണമായിട്ടും ഒരു എന്താ പറയുക, പൂർണ്ണത ഫീൽ ചെയ്യുന്നത് നിങ്ങളിൽ തന്നെയാണ്. മറ്റൊന്നിലേക്കും അവർക്ക് നോട്ടം കിട്ടുന്നില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. എപ്പോഴും നിങ്ങളുടെ ചിന്തകളാണ്. നിങ്ങൾ നല്ലൊരു പ്രഷ്യസാണ്, ഒരു ലക്കി എനർജിയാണ്, ലക്ഷറി എനർജിയാണ്, വളരെയധികം ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തോടു കൂടിയ ഒരു വ്യക്തിയാണ് എന്നൊക്കെ ഉള്ളത് കറൻറ്റ്ലി അവർ ചിന്തിക്കുന്നുണ്ട്. പിന്നെ നമുക്കിവിടെ പറയാൻ പറ്റുന്നത് ഒരു അൺകണ്ടീഷണൽ ലവ് അവർക്ക് തോന്നുന്നു എന്നത് വളരെ സ്ട്രോങ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. പിന്നെ കുറച്ചൊക്കെ പെയിൻ എനർജിയൊക്കെ ഉണ്ട് അവർക്ക്, കുറ്റബോധവും കൺഫ്യൂഷനൊക്കെ ഉണ്ട്. വരും വരായികളെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിലും അവരെന്താണേലും നിങ്ങളെ മുറുകെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഒരു പുതിയ മാറ്റമുണ്ടാകും, പ്രശ്നങ്ങളും പ്രതിസന്ധികളും അവസാനിക്കുമെന്നും ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകാൻ പറ്റും, കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമെന്നും തിരുത്തലുകളൊക്കെ ഉണ്ടാകും, കാര്യങ്ങളിലെല്ലാം ഒരു ക്ലാരിറ്റിയും പൂർണ്ണതയൊക്കെ വരുമെന്നുള്ളൊരു വിശ്വാസം അവരിൽ സ്ട്രോങ് ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും മെയിനായിട്ട് പറയാൻ പറ്റുന്നത് ഒരു ചീറ്റിംഗ് പ്രസൻസ് ഉണ്ടായിരുന്നു. അതവരെ എപ്പോഴും പിടിച്ചിങ്ങനെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. അവർ ചെയ്ത ചില പ്രവൃത്തികൾ അവർക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അത് അവരെ പതുക്കെ പിന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന ഒരു കാര്യമാണ്. കുറ്റബോധം അവരെ ശരിക്കും കണക്റ്റ് ചെയ്യുന്നതായിട്ടും അവരുടെ കോഴ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ.